അതുപോലെ തന്നെ താങ്കളുടെ ബ്രദർ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ജയറാമിന്റെ മകൻ കാളിദാസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. ആ സിനിമ പരാജയത്തിലേക്കാണ് പോയത്. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി. ആ സമയത്ത് ജയറാം ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു എന്റെ ഈശ്വര, എന്തൊരു കഷ്ടകാലത്. രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? കുഴപ്പമായി തോന്നുന്നത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആടുപുലിയാട്ടം ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. നിങ്ങൾ എഴുതി വെച്ചോ, അങ്ങനെ ലോഗോ ഉടായിപ്പാണ്. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഫേക്ക് ആയിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിന്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്റെ കുഞ്ഞിഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. അതിന്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയത്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല. കഷ്ടം.